വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്ക 3:22 രണ്ടാമത്തെ ഭാഗം നാം ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ് എഴുന്നള്ളുന്നത് ഈശോയുടെ മേൽ. പ്രാവിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ രണ്ട് പ്രത്യേക സ്വഭാവങ്ങൾ. പ്രാവ് നിരുപദ്രവകാരിയായ ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ അടയാളമായിട്ടും നോഹയുടെ പ്രളയത്തിന് ശേഷം പ്രാവ് ഒലിവിൻ ഇല കൊത്തിക്കൊണ്ട് വന്നത് സമാധാനം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഈശോയുടെ വിനയത്തിൻ്റെ, അതിൻ്റെ എളിമയുടെ എല്ലാം പ്രതീകമായിട്ട് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. പുതിയ നിയമത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രതീകങ്ങളാണ് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്. ഒന്ന് പ്രാവിൻ്റെ രൂപം, രണ്ട് അഗ്നിയുടെ രൂപം. പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ അഗ്നിയുടെ രൂപത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കണം? പ്രാവിൻ്റെ രൂപം കർത്താവിൻ്റെ ക്ഷമയാണ്. പരിശുദ്ധാത്മാവ് അവനിൽ വരുന്നത് പാപം ക്ഷമിക്കുവാൻ വേണ്ടിയിട്ടാണ്. ക്ഷമയുടെയും കരുണയുടെയും എല്ലാം അവസ്ഥയാണത്. എന്നാൽ തുടർന്ന് ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി വരുന്നത് ന്യായവിധിക്ക് മുൻപായിട്ട് ജനങ്ങളെ ഒരുക്കുവാനുള്ള പ്രവാചക ദൗത്യമാണത്. ന്യായവിധി അഗ്നിയാലാണ് നിർവഹിക്കപ്പെടുക. അത് കരുത്തിൻ്റെയും ശക്തിയുടെയുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പാപങ്ങൾ ഉപേക്ഷിച്ച് സ്വീകരിക്കുന്ന വ്യക്തിയുടെ മേൽ അവൻ പിന്നീട് കൃപയുടെ ശക്തിയിലാണ് ജീവിക്കുന്നത്. പിന്നീട് ന്യായവിധിക്കും ശിക്ഷാവിധിക്കുമെല്ലാം മുൻപുള്ള ഒരു കാലഘട്ടത്തിലൂടെ അവൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ വിധിക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിൽ ന്യായവിധിയെ ആണ്, രക്ഷയെയാണ് പ്രഘോഷിക്കുന്നതെങ്കിലും വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ശ്രവിക്കുന്ന ആളിൽ രണ്ടിലൊന്നാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ വരാനിരിക്കുന്ന വിധിയിൽ നിന്നുള്ള രക്ഷ, അതല്ല എങ്കിൽ ഹൃദയം കഠിനമാക്കി വിധിയിൽ വീഴാനുള്ള സാഹചര്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിയുടെ രൂപത്തിലാണ് രണ്ടാം പ്രാവശ്യം എഴുന്നള്ളി വരുന്നത്. ഇനി യേശുവിനെ നാം മനുഷ്യരുടെ രൂപത്തിൽ, അല്ലെങ്കിൽ യേശു തന്നെ പുത്രനായ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ സാദൃശ്യത്തിലാണ്, മനുഷ്യൻ്റെ രൂപത്തിലാണ്. അങ്ങനെ പുത്രനെ നാം യേശുവിൽ കണ്ടു. പരിശുദ്ധാത്മാവിനെ പക്ഷിയുടെ ശാരീരിക രൂപത്തിലും മനുഷ്യർ കണ്ടു. പിതാവായ ദൈവത്തെയോ അവർ ഒരു രൂപത്തിലും കണ്ടിട്ടില്ല. അതിനാൽ പിതാവിൻ്റെ സാന്നിധ്യം ശബ്ദമായിട്ട് അവിടെ വെളിപ്പെടുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലാകട്ടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. ഒന്ന് അവിടെ നിൽക്കുന്ന ജനങ്ങളോട് പറയുന്നതായിട്ടും മറ്റൊന്ന് യേശുവിനോട് പറയുന്നതായിട്ടും. രണ്ടും അർത്ഥതലത്തിൽ ഏകദേശം സമാനമായ കാര്യം തന്നെയാണ്. മാമോദീസ മുങ്ങുന്ന ഏതൊരു വ്യക്തിയോടും രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. ഒന്ന്, ദൈവം അവനോട് സംസാരിക്കുന്ന വാക്ക് നീ എൻ്റെ പ്രിയ പുത്രനാണ്. രണ്ട്, അവൻ്റെ സാക്ഷ്യമാണ്. അവനെപ്പറ്റി സ്വർഗം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. കാരണം എന്താണ്? അവൻ തൻ്റെ മുൻകാല ചെയ്തികളും പാപജീവിതവും ഉപേക്ഷിച്ച് അനുതാപത്തിൻ്റെ മാർഗത്തിലേക്ക് വരികയും ദൈവവുമായിട്ട് രമ്യതപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിക്കുന്നു. കാരണം അത്രമാത്രം പാപം നിറഞ്ഞ മനുഷ്യ വംശത്തെ കണ്ട് ദൈവം ദുഃഖിക്കുന്നതായി കാണുന്നു. എന്നാൽ മാമോദീസ സ്വീകരിക്കുന്ന മനുഷ്യനെ കണ്ട് ഒരിക്കൽ മനുഷ്യനെ ഓർത്ത് ദുഃഖിച്ച ദൈവം പ്രസാദിക്കുന്നു. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഏതൊരു മനുഷ്യനും തൻ്റെ പാപജീവിതം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുകയും ദൈവവുമായിട്ട് രമ്യതപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കുന്നു. പഴയ നിയമത്തിൽ മനുഷ്യരെ പ്രതി ദുഃഖിച്ച ദൈവം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ജ്ഞാനസ്നാനത്താൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കുന്നു. അതുപോലെ തന്നെ ആ മനുഷ്യനെ പറ്റി കർത്താവിന് മറ്റുള്ളവരോടും പറയാനുള്ളത് ഇതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ദൈവം പ്രസാദിക്കുന്ന മക്കളാണ്. നമ്മുടെ സാക്ഷ്യവും അതുതന്നെയാണ്.
ദൈവം പ്രസാദിച്ച ആളുകളാണ് നാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.